പറയാൻ പാടില്ല കേട്ടോ. പ്ലസ് സൈലൻസ്. ബായോ. ഹലോ, എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞി മിനി വ്ളോഗിൽ എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും നമ്മുടെ കിച്ചൺ വ്ളോഗ് ആണല്ലോ. ഇന്ന് ഞാൻ പുറത്ത് വ്ളോഗ് കാണിക്കാൻ വിചാരിച്ചു. മീൻസ് എൻ്റെ വീട്, എൻ്റെ കിളികള്, എൻ്റെ പട്ടികള്. മിക്കിച്ചേ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അപ്പൊ കൂടെ കണ്ടപ്പോ കുയ് 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 കുയ്. അപ്പൊ കൂടെ കണ്ട അപ്പൊ തന്നെ കുയ് 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 ചെയ്യും. നമുക്ക് കണ്ട മൈൻഡ് ചെയ്യൂല. ഫുഡ് കൊടുക്കുന്ന ഞാനും ആൻസി, വാക്കിങ്ങിൽ കൊണ്ടുപോകുന്ന ഞാനും ആൻസി, നമുക്ക് മൈൻഡ് ചെയ്യൂല. അപ്പൊ ഇന്ന് ഞാനും കുറേ നാല് ശേഷം ചെടികൾ കുറേ നന്നാക്കി. ഞാൻ ചെടി പണ്ട് ഞാൻ കുറേ ചെടികളൊക്കെ നന്നാക്കുന്നുണ്ട് സ്വന്തം ചെയ്യുന്നു. ഇപ്പൊ കുറച്ച് തിരക്ക് കാരണം ചെയ്യുന്നു പറ്റുന്നില്ല. അപ്പോൾ ഇപ്പൊ ഞാൻ ഓർക്കിഡുകളിലൊക്കെ മാറ്റിയിട്ട് നല്ല രസം ഉണ്ടാക്കി. അപ്പൊ തന്നെ കാണിച്ചു കൊടുക്കാം. അപ്പേ ഇതെന്നെ എൻ്റെ ഓർക്കിഡ് കണ്ടോ. അപ്പൊ ഈ ഓർക്കിഡുകൾ നന്നായിട്ട് പൂക്കുമ്പോ എന്താ രസം ഉണ്ടാവും അല്ലേ അപ്പൊ കുട്ടാ. അപ്പൊ ഇതാണ് നമ്മുടെ കിളി. നമ്മുടെ മോളിക്കുട്ടി ഉണ്ട് അവിടെ. മോളിക്കുട്ടി രാവിലെ എനിക്കും അപ്പോ അപ്പൊ 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 പറയും. നമ്മുടെ അലാറമാണ് മോളിക്കുട്ടി. കമൺ ഗൈസ്, ഉള്ളില് വായോ. അപ്പൊ എല്ലാരും സുഖാണോ? എന്തൊക്കെ വിശേഷം? നമ്മുടെ വീക്കെൻഡ് ഇങ്ങനെ ഉണ്ടായിരുന്നോ? അടിപൊളി ഉണ്ടായിരുന്നോ? നല്ല മഴയൊക്കെ ആണല്ലോ. ഇന്ന് മഴ ഇല്ല, ഇന്ന് കുറച്ച് വെയിലുണ്ട്. അപ്പൊ ഇന്ന് എനിക്ക് മഴ ഇല്ല സമയത്ത് എനിക്ക് വ്ളോഗ് പിടിക്കാം, പിന്നെ സാരിക്ക് വീഡിയോ പിടിക്കാം. ഇനി ഓണമല്ലേ, ഇപ്പോൾ ഓണം വരുന്നുണ്ടല്ലോ. അപ്പോൾ കുറച്ച് സാരി ബിസിനസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ സാരി വിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാർ മേടിക്കുന്നുണ്ട്. ഒത്തിരി സന്തോഷം. ഇപ്പോൾ സൈക്കുട്ടി അത് പാക്കിങ് ചെയ്യണം, കൊറിയർ ഓഫീസിലാക്കണം. DTC നമുക്ക് ഇവിടെ വരില്ല. അപ്പം നമുക്ക് അവിടെ പോയി കൊടുക്കണം. അപ്പോൾ ഇന്ന് രാത്രി തന്നെ ചെയ്യാൻ ഞാൻ പാക്കിങ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇന്ന് പോസ്റ്റ് ഓഫീസും പിന്നെ DTCയിലും ആക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ വീട്ടില്. വായോ, എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഞാൻ ഇന്ന് ഒരു സാധനം ഓൺലൈനിൽ മേടിച്ചാണ്. ഇത് ആമസോണിൽ മേടിച്ചാണ്. സോഫ കവർ ആണ് കേട്ടോ. ലാസ്റ്റ് ടൈം ഞാൻ ഒത്തിരി ആൾക്കാർ ചോദിച്ചു ഈ സോഫ കവർ എവിടെ മേടിച്ചാൽ പറയാം. അപ്പൊ ഇത് ഞാൻ ആമസോണിൽ മേടിച്ചാണ് കേട്ടോ. അപ്പൊ പുതിയ മേടിക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും കാണിക്കാൻ വിചാരിച്ചു. അത് കാരണം ആറുമൊക്കെ ഒന്നും പറയണ്ട. വേണുന ഞാൻ ലിങ്ക് താഴെ കൊടുക്കുന്നുട്ടോ. അപ്പേ പറ്റൂല, ആമസോണിക്ക് ലിങ്ക് ഇല്ല. അതെ, ആമസോണ്, മിന്ത്ര എവിടെ വേണമെന്ന് നമുക്ക് കിട്ടും. ഫ്ലിപ്കാർട്ട് എല്ലാത്തിനും കിട്ടും കേട്ടോ. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമായി. ഇത് 4 സീറ്റർക്കാണ് കേട്ടോ. ഇത് നല്ല ക്വാളിറ്റി, നല്ല തിക്കുമുണ്ട്. ഇത് 4 സീറ്റർ, ഒരു സിംഗിൾ സീറ്റർ കേട്ടോ. ഇതൊക്കെ വേണ്ടി ഇത് 4 വേണ്ടി. അപ്പം നമുക്ക് കവർ ഇടുമ്പോൾ നമുക്ക് സോഫ കുറച്ച് ക്ലീൻ ആയിട്ട് നിൽക്കും. ഇല്ലെന്നെ പെട്ടെന്ന് ചീത്താവും. അതിക്ക് വേണ്ടി കവർ ഇടണേ അല്ലേ അമ്മേ? ഗുഡ് മോർണിംഗ് പറയണ കുട്ടി. ഗുഡ് മോർണിംഗ് അപ്പുകുട്ടാ. ബൈ അപ്പ. കണ്ടോ, ചെടിയൊക്കെ റീപ്ലാന്റ് ചെയ്ത് അടിപൊളിയാക്കി. അപ്പുറത്തെ ബോഗൻവില്ല ഉണ്ട്. നമ്മുടെ ഇവിടെ സ്ഥലം ഇല്ല. അത് കാരണം അപ്പുറത്തെ ചാച്ചക്ക അവിടെ ഒക്കെ ബോഗൻവില്ല അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബോഗൻവില്ല മാർച്ച് ഏപ്രിലിൽ വരുമ്പോൾ നന്നായിട്ട് പൂക്കും. പിന്നെ ഇപ്പുറത്തും കുറച്ച് ചെടികളുണ്ട്. ഇത് അഡേനിയം നല്ല കളറും ഉണ്ട് കേട്ടോ. അപ്പൊ എൻ്റെ മേലെ കടത്തിൽ പോവാ കേട്ടോ. സാരി കട അല്ലേ അമ്മേ? സാരി കടയിൽ പോവാ. അപ്പൊ ഇതാണ് നമ്മുടെ സാരിക്കട. അപ്പോൾ ഇത് സൺഡേക്ക് പാക്കിംഗ് ആണ്, സൺഡേക്ക് ഡിസ്പാച്ച് ആണ്. ഇത് സൺഡേ പാക്കിംഗ് ചെയ്ത് വെച്ചിട്ടു ഇന്നലെ. പിന്നെ ഇവിടെയും കുറച്ചുണ്ട്. ഇവിടെ പോസ്റ്റ് ഓഫീസ് വരി ഉണ്ട്. പിന്നെ ഇത് ബാക്കി DTC വരി അയക്കണം. അത് ഫ്രൈഡേ തന്നെ ഡിസ്പാച്ച് ചെയ്തല്ലോ. ഞാൻ മാക്സിമം ആൾക്കാർക്ക് അപ്പോൾ തന്നെ ഡിസ്പാച്ച് ചെയ്യുന്നു. കാരണം ഇപ്പോൾ ഓണം സീസൺ ആയി കഴിഞ്ഞാൽ ഈ DTC ആൾക്കാർ, പോസ്റ്റ് ഓഫീസ് ആൾക്കാരും ഭയങ്കര തിരക്കുണ്ട്. പിന്നെ മഴ ഉണ്ടല്ലോ. ലാസ്റ്റ് ടൈം മഴ ഭയങ്കര, ആ സമയത്ത് ഒത്തിരി ഡിലേ ആയിപ്പോയി അല്ലേ അമ്മേ?
ഇതാണ് എൻ്റെ സാരിക്ക് ഇന്നലൊക്കെ ഓർഡർ ആണ്. പാക്കിംഗ് രാത്രി ഞാനും CG അമ്മയൊക്കെ പാക്കിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഡിസ്പാച്ച് ചെയ്യണം. ഞാൻ എല്ലാവർക്കും മാക്സിമം പാക്കിംഗ് ചെയ്ത് അപ്പോ ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട്. കാരണം ഓണം വരുന്നുണ്ടല്ലോ, അപ്പൊ ആറുന്നൊക്കെ ഡിലേ വരണ്ട വിചാരിച്ച് അപ്പോൾ ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് കുറച്ചുണ്ട്. അത് ഇതൊക്കെ നമുക്ക് DTC വരെ അയക്കണം, പിന്നെ ഇത് കുറച്ച് പോസ്റ്റ് ഓഫീസ് വരെ അയക്കണം. അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. 12 മണി വരെ എവിടെ ആയിരിക്കും? ഞാനും അമ്മ പാക്കിംഗ് ഒക്കെ രാത്രിയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഒട്ടൊക്കെ ചെയ്യുമ്പോ എനിക്കും കൺഫ്യൂസ് ആവും. ചില സമയത്ത് ഞാൻ 2 സാരി ഒരുമിച്ച് പാക്ക് ചെയ്ത് കൊടുക്കുമ്പോ അപ്പൊ അമ്മ ഉണ്ടോ സമയത്ത് അമ്മ നോക്കി തരും, പേരൊക്കെ വായിച്ചു തരും. അപ്പൊ ഞാൻ ഒട്ടിച്ച് പോകും. ഒട്ടൊക്കെ ആകുമ്പോ എല്ലാം കൺഫ്യൂസ് ആകും. അപ്പൊ അമ്മ ഞാൻ രാത്രി പണിയാണ്. അത് കഴിഞ്ഞിട്ട് അമ്മ ഞാൻ ഉറങ്ങനെ 12 മണിക്ക് ഉറങ്ങനെ അല്ലേ അമ്മ. പിന്നെ ഇത് ഇപ്പോ ഈ ഓണത്തിക്ക് വേണ്ടി നമ്മുടെ മൾക്കോട്ടൻ ഒത്തിരി മേടിച്ചാണ്. ഒത്തിരി കുറെ റീസ്റ്റോക്ക് ചെയ്ത് ഇന്നും 2 സാരി റീസ്റ്റോക്ക് വരുന്നുണ്ട് അല്ലേ. 2 സാരി റീസ്റ്റോക്ക് വരുന്നുണ്ട്. മൾക്കോട്ടൻ നന്നായിട്ട് പോയിട്ടോ അല്ലേ അമ്മ. മൾക്കോട്ടൻ സാരി ഒത്തിരി പോയി. കാരണം ഇപ്പൊ ഓണത്തില് എല്ലാരും അമ്മച്ചിമാരോ ചേച്ചിമാരോ ഇപ്പൊ എല്ലാരും ഇത് മൾക്കോട്ടൻ സാരി ശരിക്കും മൾക്കോട്ടൻ ഇടുന്നു നല്ല സുഖാണ്. കാരണം പെട്ടെന്ന് ഉടുക്കുകയും ചെയ്യാം, നല്ല ശരീരത്തോട് ചേർന്ന് കിടക്കും, ഒട്ടി നന്നായിട്ട് ചേർത്തി നിൽക്കും. പിന്നെ നമ്മുടെ ഇത് മൾക്കോട്ടൻ നല്ല ഇതാണല്ലോ, സോഫ്റ്റ് ആണ്. നമ്മുടെ ഇവിടത്തെ കോട്ടൺ ഉണ്ടല്ലോ അതിലും നല്ല തിന്നുണ്ട് മൾക്കോട്ടനും. ശരിക്കും മൾക്കോട്ടൻ ഉണ്ടല്ലോ. പണ്ട് എനിക്ക് മൾക്കോട്ടൻ അറിയത്തില്ല. നമുക്ക് മേടിച്ച് നമുക്ക് ഇപ്പോ നല്ല ഐഡിയ കിട്ടി. മൾക്കോട്ടൻ വരുമ്പോ നല്ല തിന്നാണ് മെറ്റീരിയൽ. 120 കൗണ്ട് പറയുമ്പോ നല്ല തിന്നാണ്. അത് പ്യൂർ ആണ്. കുറച്ച് കട്ടിയുള്ളത് അത് മിക്സ് ആണ്. അത് 80%, 40%, 60% അത് മിക്സ് ആണ്. അപ്പൊ നമുക്ക് മേടിക്കുന്ന എല്ലാം മാക്സിമം 120 കൗണ്ട് ആണ്. അപ്പൊ നല്ല തിന്നും നല്ല സോഫ്റ്റ് ആണ് അല്ലേ. അപ്പൊ ഇങ്ങനെ നമുക്ക് എനിക്ക് ഇങ്ങനെ സാരി ഓർഡർ വേണം ഒത്തിരി സന്തോഷം. കാരണം ഫസ്റ്റ് ടൈം നമുക്ക് അങ്ങനെ ഓർഡർ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് നന്നായിട്ട് ഓർഡർ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ നമുക്ക് ഓർഡർ ഒത്തിരി വരില്ല. കുറച്ച് ദിവസം ഇതായി. പിന്നെ നമുക്ക് ഇതെല്ലാം വെക്കുമ്പോൾ നമുക്ക് ഒത്തിരി ടെൻഷനും വരും. ഓൾറെഡി ഞാൻ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ സാരിയിൽ. ഈ റൂം ശരിക്കും ഈ റൂം നമുക്ക് ഗസ്റ്റ് ആൾക്കാർക്ക് വേണ്ടി. പിന്നെ ഐഡിയ കിട്ടിയപ്പോ അമ്മ പറഞ്ഞ സാരി വിൽക്കാലോ പറയുമ്പോൾ സാരിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത. അപ്പൊ നമുക്ക് എല്ലാം ഒരു ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ഉദ്ദേശം മാതിരി ആവൂല. എല്ലാത്തിനും നമ്മുടെ വിചാരിക്കുന്ന പോലെ ആവില്ല ബിസിനസ്. അപ്പോ കുറച്ചു നാള് ഭയങ്കര ടെൻഷനും ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ എന്നാലും നമുക്ക് 10, 5 അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ പോകുമ്പോ ഒത്തിരി സന്തോഷം അല്ലേ അമ്മേ. അപ്പൊ ഇന്നത്തെ സാരിയാണ് നമുക്കത് കവലിടാം. അപ്പൊ വേഗം ഡിസ്പാച്ച് ചെയ്യാൻ പോവാട്ടോ. എല്ലാ സ്ഥലത്തിനെ ആൾക്കാർ മേടിക്കുന്നുണ്ട് കേട്ടോ. കൊണ്ടുവരുന്നു. ഇത് പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസിന്റെ മാറ്റിയിട്ട് ഈ കവല് വെക്കാം. അതെ നോക്കൂ. അപ്പൊ നല്ല ഒത്തിരി സന്തോഷം. റീസ്റ്റോക്ക് അല്ലേ? ഇതൊക്കെ റീസ്റ്റോക്ക് വന്നേക്കണം. ഇത് നമ്മുടെ വീട്ടിൽ അടുത്ത ഒരു കൊച്ചക്കാണ് ഇത് കൊടുക്കുന്നത്. അപ്പൊ ഈ സാരികളൊക്കെ റീസ്റ്റോക്ക് ആണ്. ഈ സാരി ജസ്റ്റ് ഡാൻസ് കളിച്ച റീസ്റ്റോക്ക് വന്നു. അപ്പോൾ ആൾക്കാർക്ക് ചില സാരികൾക്ക് ആൾക്കാർക്ക് ഒത്തിരി ഇഷ്ടമാവുന്നുണ്ട്. അപ്പം നമുക്ക് റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. മാക്സിമം എല്ലാ ആൾക്കാർക്കും കൊടുക്കുന്നു. നമുക്ക് ക്ഷമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഓണം കാരണം ഒത്തിരി നമുക്ക് ഇപ്പോൾ സ്റ്റോക്ക് എടുത്താലും ഡിലേ ആവും അല്ലേ അമ്മേ. നല്ല കളർഫുൾ സാരികളും ഉണ്ടായിരുന്നു. അത് ഒക്കെ വിറ്റുപോയി. ഇതൊക്കെ പുതിയ സ്റ്റോക്കാണ്, റീസ്റ്റോക്കാണ്. ഇതൊക്കെ റീസ്റ്റോക്കാണ്. ഈ സാരി ആരൊക്കെ? അത് ഇന്നലെ ഞാൻ നിന്നോട് ചോദിച്ചല്ലോ. അപ്പൊ അവിടെ പറഞ്ഞു ഇത് എൻ്റെ മറ്റേ കസ്റ്റമർക്ക് ബില്ല് കിട്ടിയിട്ടില്ല. അങ്ങനെ കാര്യങ്ങൾ എന്താ അങ്ങനെ മാറൊന്നുമില്ല. അത് കാരണം ഞാൻ അമ്മക്ക് രാത്രി വിളിക്കും ഒക്കെ പാക്കിങ് ചെയ്ത് കഴിഞ്ഞിട്ട്. ഓരോ പാക്ക് ചെയ്തിട്ട് അതിന്റെ മേലെ പേര് ഇതൊന്നും എഴുതി വെച്ചാൽ മതി. പിന്നെ ഇവിടെ ഉണ്ട്. ഇതും നമുക്ക് പേയ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതും ചെയ്യണം. അപ്പൊ നമ്മുടെ കൊറിയർ എല്ലാ സ്ഥലങ്ങളും കിട്ടുന്നുണ്ടോ. പിന്നെ ഒത്തിരി ആൾക്കാർ ഇതും ചോദിക്കുന്നു. ഇന്റർനാഷണൽ അതും ചോദിക്കുന്നുണ്ട്. ഇന്റർനാഷണൽക്ക് നമ്മുടെ ഇത് ഫിക്സ് ആക്കുന്നു. റേറ്റ് ഏതാ സ്ഥലമൊക്കെ റേറ്റ് എത്ര ഉണ്ടോ അതൊക്കെ റെഡി ആക്കിയിട്ട് ഞാൻ ഇന്റർനാഷണൽ ഷിപ്പിംഗും ചെയ്യാൻ വിചാരിച്ച് പ്ലാനിങ് ഉണ്ടോ. അത് പോസ്റ്റ് ഓഫീസിൽ ചോദിച്ചാൽ അതിന്റെ ലിസ്റ്റ്. അപ്പൊ പോസ്റ്റ് ഓഫീസിലും ചോദിക്കുന്നു, DTCയിലും. അപ്പൊ 2% നമുക്ക് ചോദിക്കും ഏതാ വ്യത്യാസം നോക്കാമല്ലോ. അപ്പൊ അങ്ങനെ എല്ലാ ആൾക്കാർക്കും നമ്മുടെ ഇന്റർനാഷണൽ കസ്റ്റമർക്ക് മാക്സിമം
ജെയിനു ട്രൈ ചെയ്യാം അല്ലേ അമ്മേ? അപ്പൊ അത് അവിടെ വെച്ചാമ്മ പിന്നെ കൊണ്ടോണ്ടേ 2 സാരി കൊണ്ടല്ലോ അതും എൻസി റെഡി ആവണുണ്ടോ? എൻസി റെഡി ആവണുണ്ടോ? എൻസിക്ക് ഇത് അപ്പൊ ഈ ഒരെണ്ണം മാത്രം കൊണ്ടുപോ. ചൂടും 2 കൊണ്ടോ? 2 അവള് ഫുള്ള് ഡയറ്റിംഗ് ആണ്, സ്ലിം ആയിട്ടുണ്ട്. ഞാനും ഡയറ്റിംഗ് ചെയ്യാനും പറ്റുന്നില്ല. ഞാൻ ഇപ്പൊ ഡയറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് 3-4 ദിവസമായിട്ട്. എനിക്ക് ആണ് ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ. അപ്പൊ എനക്കും ഉണ്ടാക്കി തരും. പക്ഷേ നീയും കഴിക്കല്ലേ? അതെ, ഇന്ന് ഞാൻ കഴിക്കില്ല. ഞാൻ 3-4 ദിവസമായി കഴിക്കുന്നില്ലല്ലോ. എപ്പോ ചോറ് കഴിച്ച് ഇന്നലെ മാത്രം പുറത്ത് പോയി ചോറും ഉണ്ട്. കുറെ ദിവസമായി ചോറും ഉണ്ടിട്ടില്ല. ചിലപ്പം വണ്ണം കുറയ്ക്കും. എന്നെ കുറെ കുറയ്ക്കണ്ട. സാരി ഇടുമ്പോ കുറച്ച് ഇത് ഉദിക്ക നിക്കാൻ മതി. ഇല്ലല്ലോ ബല 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 കാണിക്കില്ല, അത് വേണ്ട. പിന്നെ ഡാൻസ് എന്താ ഒതുങ്ങി നിക്കാൻ മതി. അപ്പൊ രാവിലേക്ക് നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ രാവിലെ പണിയൊക്കെ കഴിഞ്ഞ് അപ്പൊ അമ്മ പോവും. അപ്പൊ എല്ലാവരും റിക്വസ്റ്റ് പ്രകാരം അപ്പുകുട്ടന് വണ്ടി ഓടിക്കാൻ പഠിക്കാൻ ഇന്നോടെ എപ്പോഴാ സമയം? 10 മണി. ഓ അതെ 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 അതെ. അയ്യോ, അപ്പൊ എന്റെ സാരിക്ക് വീതി എപ്പ പിടിക്കുന്നേ? 4 മണിക്കല്ലേ? 1 മണിക്കൂറുണ്ടാവുള്ളൂ. ഓ ശരിയാണല്ലോ, അങ്ങനെ ഒരു വാർത്ത ഉണ്ടെന്ന്. ഗുഡ് 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 ഗുഡ്. സോയിക്കുട്ടിയും പഠിക്കുന്നു പോകുന്നുണ്ടോ? അത് പഠിക്കണം, വൈകിട്ട് പഠിക്കാം. ഞാന് ജസ്റ്റ് അപ്പൊ കൂടെ കൂട്ടു പോണേ. ഞാന് വണ്ടി ഓടിക്കില്ല. പോയി നോക്ക്. പഠിച്ചാ കുഴപ്പമില്ല, പഠിച്ചില്ലെന്നെ പിന്നെ. പക്ഷെ ഞാനൊക്കെ ഭയങ്കര പേടി, വണ്ടി കാര്യങ്ങളും ഭയങ്കര പേടി. കാല് എത്തൂല ഉണ്ടാവും. അതൊക്കെ എത്തും. സ്കൂട്ടർക്ക് എത്തൂല, പിന്നെ കാറൊക്കെ ഇങ്ങനെ എത്തും. സ്കൂട്ടർക്ക് എത്തൂല. ഇല്ല, സ്കൂട്ടറിൽ എത്തുന്നുണ്ടെങ്കിൽ ഞാൻ സ്കൂട്ടർ പഠിക്കാനേ എത്തൂല. അതൊക്കെ മെയിൻ പ്രശ്നം. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. ഇതിന് കറി ഗ്രീൻ ബീൻസ് അപ്പം ആൻഡ് ഗ്രീൻ ബീൻസിൽ വേഗം കഴിച്ചിട്ട് പൊക്കോ. 10 മണിയല്ലേ? പിന്നെ ഇപ്പൊ ജയിലിൽ നല്ല ഫുഡാ. ജയിലില് നല്ല സൂപ്പർ ഫുഡാണ്. നമ്മളിപ്പോ രാവിലെ ഇത്തിരി ഗ്രീൻ പീസും അല്ലെങ്കിൽ 2 ഉണക്കപ്പവും കഴിക്കും. അവിടെ അങ്ങനെയല്ല. രാവിലെ പ്രോട്ടീൻ, വിറ്റാമിൻ ഇ, വിറ്റാമിൻ ഡി, കുന്തം, കുടച്ചക്രം എല്ലാം കൂടിയുള്ള ഫുഡാണ്. ഏറ്റവും നല്ല ഫുഡ് ജയിലിലെ ഫുഡ്. ഒരു മനുഷ്യന് ഒരു ദിവസം എത്ര വിറ്റാമിൻസ് ആവശ്യമുണ്ട് അത്രയും അത് അവർക്ക് കൊടുക്കും. അത് അവരെന്തിനാ കൊടുക്കണേന്ന് നമുക്കറിയില്ല. പക്ഷെ പണിയല്ല, ഒരു മനുഷ്യ ശരീരത്തിന് ഒരു ദിവസം ആവശ്യമായ എല്ലാ വിറ്റാമിൻസും അടങ്ങിയ ഭക്ഷണം അവർക്ക് കൊടുക്കും. ജയിലിലാണ് ഫുഡ് നല്ലത്. നല്ല രസം ഉണ്ടാവുമല്ലോ. അതുകൊണ്ടല്ലേ ആൾക്കാർ പോകുന്നത്. കിട്ടൂലേ? അതുകൊണ്ടല്ലേ ആൾക്കാർക്ക് അവിടെ കിടക്കണതിന് ബുദ്ധിമുട്ടില്ലാത്ത. അതേസമയം അത്രയും കഷ്ടപ്പാടും ഭക്ഷണവും ഇല്ല, ഒന്നുമില്ല. അവിടെ നിവർന്ന് വെക്കാൻ പോലും സ്ഥലമുള്ളതെന്നുണ്ടെങ്കിൽ ആൾക്കാർ അതിന് പോവില്ലല്ലോ. ഒരു പ്രാവശ്യം പോയ ആൾക്കാർ പിന്നെ പോവില്ല. അപ്പൊ ഇന്നത്തേക്ക് നമ്മുടെ വ്ലോഗ് എത്രയാണ്? കുഞ്ഞി സ്മോൾ മിനി വ്ലോഗ് അല്ലേ അമ്മേ? അതെ അതെ, ചെറിയ മിനി വ്ലോഗ് ആണ്. ഇതിൽ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് പറയാനുള്ളത് അപ്പുക്കുട്ടൻ വണ്ടി ഓടിക്കാൻ പോണു. അതാണ് നമുക്ക് സ്പെഷ്യൽ സന്തോഷം. എനിക്ക് അപ്പുക്കുട്ടൻ്റെ കൂടെ ഇരുന്ന ഒരു യാത്ര. ഇനി എല്ലാ ട്രിപ്പും ഞാൻ അപ്പുക്കുട്ട വെച്ച് പോകും. പക്ഷെ അപ്പുക്കുട്ടൊക്കെ വിശ്വസിക്കാൻ പറ്റില്ല. മൂടുള്ള സമയത്ത് വരും, മൂടുള്ള സമയത്ത് വരൂല. അങ്ങനെയുണ്ട്. എവിടെ വന്നാൽ മണ്ണിലും കുഴപ്പമില്ല. എനക്ക് അങ്ങ് വലിയ ലുലുമോ വരെ കൊണ്ടുപോകണോ അല്ലേ? അങ്ങനത്തെ ആണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എത്രയാണ്? കുഞ്ഞി സ്മോൾ മിനി വ്ലോഗ് ആണ് കേട്ടോ. കുറച്ച് എനിക്ക് സാരിക്ക് വീഡിയോ പിടിക്കുന്നുണ്ട്. അപ്പൊ അത് വേഗം വേഗം ഇപ്പൊ വെയിലുണ്ടല്ലോ, അത് കാരണം വേഗം വേഗം വീഡിയോ ഒക്കെ റീലൊക്കെ പിടിക്കട്ടെ അല്ലേ അമ്മേ? അപ്പൊ അമ്മക്കും പോകുന്ന സമയമായി. അപ്പൊ എല്ലാവർക്കും
ഹാപ്പി ഡേ. ഹാവ് എ നൈസ് ഡേ ആൻഡ് ബ്യൂട്ടിഫുൾ ഡേ. എല്ലാവർക്കും ബൈ.